ധ്യാൻ ധ്യാൻ വാ, വന്ന് പ്രാർത്ഥിക്ക്. അപ്പ ഇപ്പം വരും കേട്ടോ. നമ്മളെപ്പോഴാ മുത്തശ്ശിന്റെ വീട്ടിൽ പോവാ? മോന്റെ അപ്പന്റെ ഇവിടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് 3 പേർക്കും കൂടെ വിമാനത്തിൽ പോണം. എന്നാ മുത്തശ്ശിന്റെ ഗിഫ്റ്റ് എന്താ? മോനെ കാണുന്ന തന്നെയല്ലേ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. മോന് വേണ്ടി മോന്റെ ചേച്ചി വലിയൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, ഏച്ചിന്റെയോ? ഏച്ചിന്റെ ഏത് ഗിഫ്റ്റ്? അതിപ്പോ പറയില്ല, അത് സർപ്രൈസാ. എന്തു പറ്റി ബ്രോ? എന്തു പറ്റി ഒന്നുമില്ല ബ്രോ? നാട്ടിൽ ആദ്യമായിട്ടാണോ? മക്കളെ മുറ്റവും പുറവും വൃത്തിയാക്കിയിട്ടുണ്ട്. അവരെപ്പോഴാ വരിക? അവര് വൈകുന്നേരം ചേട്ടാ. പിന്നെ മോനെ വീടിന്റെ അകം വൃത്തിയാക്കിയിട്ടില്ല. ആ പെൺകുട്ടി വന്നില്ല, അതുകൊണ്ടാ കേട്ടോ. ഓ അത് കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങൾ ചെയ്തോളാം. താക്കോൽ എവിടെ വെച്ചത്? താക്കോലതേ അവിടെ വെച്ചിട്ടുണ്ട്. സഞ്ജനയും ആഷ്മിയും വന്നില്ലേ? അവര് ഇപ്പൊ എത്തും. ഞാൻ ധ്യാനിനെ ഇതുവരെ കണ്ടിട്ടില്ല. കാണണമെന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു കല്യാണമുണ്ട്, അതുകൊണ്ടാ. ഓ അത് കുഴപ്പമില്ല ചേട്ടാ, ധ്യാനം കുറച്ച് നാളെ ഇവിടെ ഉണ്ടാവും. അപ്പയും അമ്മയും വന്നില്ലേ? അവർക്കൊരു മാമോദീസ ഉണ്ട്, അത് കഴിഞ്ഞാൽ അവര് വരുള്ളൂ. അത് പറഞ്ഞായിരുന്നു. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി, ഓക്കെ ഏട്ടാ. ചേട്ടാ ഈ ഇത് വെച്ചോ. വേണ്ട മോനെ, വേണ്ട. കുഴപ്പമില്ല ചേട്ടാ, കുഴപ്പമില്ല, വെച്ചോ. എന്നാ ശരി. മക്കളെ മേളിലത്തെ മുറി തുറക്കണ്ട കേട്ടോ. ഏയ് ഇല്ല ചേട്ടാ, അതറിയാം. ഇയാളിത് ഇതിന് ഇപ്പൊ പറഞ്ഞത് മുകളിലത്തെ കാര്യം ഓർത്ത് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇയാളുടെ ഒരു കൊണപ്പിക്കല്. അതിനിവിടെ എന്തുണ്ടെന്ന് നീ പറയുന്നേ? അതിന് നീയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ മാൻ. ചെറുപ്പത്തെ ഞാൻ എന്തിനു വേണ്ടി മോളിൽ കയറിയതാ, അപ്പോഴല്ലേ. ഓഹ്, അത് ഓർക്കുമ്പോണ്ടല്ലോ. ഈ കാലത്തൊക്കെ ഇത് ആരാ വിശ്വസിക്കാൻ പോകുന്നേ? ഞാൻ പിന്നെ ഈ അവറാച്ചേട്ടൻ പറഞ്ഞപ്പോ ആന്ന് പറഞ്ഞതേ ഉള്ളു. അതെനിക്ക് മനസ്സിലായി. നീ ഇനി ഇത് അവളുമാരോടെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഏയ് ഇല്ല മാൻ. എടാ, ഞാൻ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാവേ. ആ പോയിട്ടോ. ആടാ ഓക്കെ, അവരിപ്പോ എത്തും. അല്ല, അവരുടെ അടുത്ത് എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുക? വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. ഹലോ. എന്തൊക്കെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഒരെണ്ണടിച്ചാലോ? ഇല്ല മച്ചാ, തിരിച്ച് കൊച്ചി പോണം. ഒരു ഓട്ടോ ഉണ്ട്, ശനിയാഴ്ച വരും. ശനിയാഴ്ച നമുക്ക് എന്തായാലും കൂടാം. ആ എടാ, ഞാൻ ജീപ്പ് ചെയ്തോണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഇതാ ബാഗ്. അകത്തേക്ക് വാ. നല്ലല്ലേ? ആ ചെങ്ങായിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ടാ. എടാ അവൻ്റെ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചല്ലോ, പിന്നെ ചേച്ചി മരിച്ചു. അപ്പോൾ അതിൻ്റെ ഷോക്കിൽ നിന്ന് അവൻ മാറിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാ, തുടങ്ങല്ലേ? പിന്നല്ല, ഞാൻ കരുതി താൻ എടുക്കാൻ മറക്കുമെന്ന്. ഞങ്ങള് വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. മറക്കാനോ? ഞാനോ? അപ്പോ ചിയേഴ്സ്. നമ്മുടെ ആദ്യത്തെ കൂടൽ. ഞങ്ങളൊക്കെ ഒറ്റ വലിയ ടീംസാ. ഞാൻ മെല്ലെ മെല്ലെ കുടിക്കുന്നു. എടുക്ക്. അല്ല, നിങ്ങൾ കഴിക്കുന്നില്ലേ? റീമ കൂടെ വരട്ടെ, എന്നിട്ട് തുടങ്ങാം. പറ. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ കിടക്കാം. ആ അതാ നല്ലത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയുടെ ഓർമ്മകളിലെ ഈ വീട് വിട്ടിട്ടോ. ഞാൻ പിന്നെ ഒരിക്കലും വരാം. ആഹാ, നിങ്ങളൊക്കെ തുടങ്ങിയോ? ആ, ഇവിടെ പ്രേതമുണ്ട്. എന്ത്? ആ, നിങ്ങൾ വന്നേക്കും ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താ നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഇത് പറയാണ്ടിരിക്കണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളിവിടെ വരുന്നതിന് മുന്നേ സഞ്ജന മോളത്തെ റൂമില് എന്തോ കണ്ട് പേടിച്ച്. അതിനാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. അതെന്താ? ഇവര് താഴെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാവയുടെയും പാസരത്തിൻ്റെയും ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് കയറിയതാ. അത് അവക്ക് തോന്നിയതാടാ. പിന്നെ അമല് ചെറുപ്പത്തിൽ എന്തോ കണ്ട് പേടിച്ചിട്ടില്ലേ, അതിന്റെ ഒരു ഇതാണ് ഇവന്. നമ്മൾ എന്താണെങ്കിൽ ഇന്നോടെ വെക്കും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരാ അതൊക്കെ വിശ്വസിക്കുന്നത്? പിന്നല്ല, നമുക്കെന്നാ ഓരോന്ന് അടിച്ചിട്ട് ഇറങ്ങിയാലോ? ഒഴി. ധ്യാൻ, നിനക്ക് കിടക്കാറായില്ലേ? ഞാനേ ഈ ഡയറി എഴുതി കഴിഞ്ഞിട്ട് കിടക്കാം. എന്നാലും അവരെന്താ അങ്ങനെ പറഞ്ഞേ? അത് അവൻ ചെറുപ്പത്തിൽ എന്തോ കണ്ട് പേടിച്ചെന്നല്ല ആൽബിയും പറഞ്ഞ. അപ്പൊ സഞ്ജന പറഞ്ഞതോ? ആ, ഞാൻ ഒന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. എനിക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. താൻ അതാലോചിച്ചൊന്നും പേടിക്കണ്ട. നമുക്ക് എന്തുണ്ടെങ്കിലും നാളെ നോക്കാം. എന്നാ ഞാൻ കിടക്കാട്ടോ. അമ്മേ, അമ്മേന്റെ വയറ്റിലുള്ള കുഞ്ഞു ബേബി ആണാണോ പെണ്ണാണോ? അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. മോൾക്ക് ആരാവണം എന്ന് ആഗ്രഹം? എനിക്ക് അവനെ മതി. അതെന്താ? അത് മതി. ഞാൻ അവന് പേരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ശരിക്കും എന്താ പേര്? ഡിയാൻ. ഡിയാൻ ദിയ. എങ്ങനെയുണ്ട്? അയ്യോ, നല്ല പേരാണല്ലോ. ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് ആ പേര് തന്നെ ഇടാം. ആ, ഞാനില്ലേ അച്ഛൻ വാങ്ങിയ കുറെ കളിപ്പാട്ടങ്ങളില്ലേ, ആരും കാണാതെ അവന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആണോ?